നമസ്തേ. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. കശ്മീരിൽ ഭീകരവേട്ട ശക്തമാക്കി സൈന്യം. പഹൽഗാമിലെ കൂട്ടക്കൊലയ്ക്ക് സഹായം നൽകിയ ഒരു ഭീകരനെ കൂടി വധിച്ചു. പുൽവാമയിൽ ആസിഫ് ഷെയ്ഖ് അടക്കം 3 ഭീകരരെ വധിച്ചു. സൈനികർക്ക് നന്ദി അറിയിച്ച് ശ്രീനഗറിലെത്തിയ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. വിമാനത്താവളങ്ങളിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കൈകാര്യം ചെയ്യുന്ന തുർക്കി കമ്പനി സെലബിക്കെതിരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ. കമ്പനിയുടെ മുതലാളി തുർക്കി പ്രസിഡന്റ് എർദോഗന്റെ മകൾ. പാകിസ്ഥാന് ഡ്രോണുകൾ കൈമാറുന്നത് സുമയ്യയുടെ ഭർത്താവിൻ്റെ കമ്പനി. സെലബിയെ ഭാരതത്തിൽ നിന്നും പുറത്താക്കണമെന്ന ആവശ്യം ശക്തം. ജനം ബ്രേക്കിംഗ്. യുവാവിനെ കടുവ കൊന്ന മലപ്പുറം കാളികാവിൽ വനം വകുപ്പിനെതിരെ ജനരോഷം ശക്തം. നിരന്തരം മുന്നറിയിപ്പ് നൽകിയിട്ടും അധികൃതർ അവഗണിച്ചെന്ന് നാട്ടുകാർ. മരിച്ച ഗഫൂറിൻ്റെ കുടുംബത്തിൽ ഒരാൾക്ക് ജോലിയടക്കം ഉറപ്പ് നൽകി വനം വകുപ്പ്. കടുവയെ മയക്കുവെടിവെക്കും. പോലീസ് ഉദ്യോഗസ്ഥന് CPM ഏരിയ സെക്രട്ടറിയുടെ ഭീഷണി. CPM കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറിയും രാമമംഗലം SHOയും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്ത്. നമസ്കാരം. PB രതീഷാണ്. പറയണം. ഇവിടെ ഒന്ന് താനെന്തോ അനാവശ്യം പറഞ്ഞതിനെ പറ്റി. ആര് പറഞ്ഞു? ഏഴക്കനാട് വന്ന്. ഏഴക്കനാട് വന്നിട്ടെന്തോ അനാവശ്യം പറ്റി പറഞ്ഞെന്ന് ഞാൻ ഇങ്ങനെ കേട്ടു. നിങ്ങളെ കുറിച്ച് ഞാൻ അനാവശ്യമൊന്നും പറഞ്ഞില്ല. നിങ്ങളെ കുറിച്ച് എനിക്ക് അനാവശ്യം പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ നിങ്ങളോട് വേറെ ബന്ധമൊന്നുമില്ലല്ലോ. അല്ല, ഇതും താൻ തന്നെ പണി ചെയ്താ പോലെ ഈ നാട്ടിൽ പറഞ്ഞ ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞതിനാ. ഞാൻ എന്താ ആവശ്യമില്ലാത്ത പറഞ്ഞാ നിങ്ങളെന്താ അറിഞ്ഞത്? അത് വിളവെടുക്കണ്ട കേട്ടോ. നിങ്ങൾ വിളവെടുക്കണ്ട. നിങ്ങളെന്താ എന്നെ വിളിച്ച് രാത്രി നിങ്ങൾ തർക്കം. സ്വകാര്യ സ്ഥലത്ത് കല്ല് വെട്ടുന്നതുമായി ബന്ധപ്പെട്ട പോലീസ് നടപടിയിൽ. വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തയാളെ മോചിപ്പിച്ച സംഭവത്തിൽ ജനീഷ് കുമാർ MLAക്കെതിരെ പരാതി നൽകി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. ജോലി തടസ്സപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ പരാതിയിൽ കേസെടുക്കാതെ പോലീസ്. ഇടത് സ്ഥാനാർത്ഥിക്കായി പോസ്റ്റൽ ബാലറ്റുകൾ പൊട്ടിച്ച് കൃത്രിമം കാട്ടിയെന്ന് CPM നേതാവ് G. സുധാകരൻ്റെ വെളിപ്പെടുത്തൽ. കൃത്രിമം നടത്തിയത് 1989 തെരഞ്ഞെടുപ്പിൽ. ഇനി കേസെടുത്താലും കുഴപ്പമില്ലെന്ന് സുധാകരൻ. നിയമവശം പരിശോധിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. മുഖ്യമന്ത്രിയുടെ മുഖം മിനുക്കാൻ കോടികൾ ചെലവഴിച്ച് സർക്കാർ. സോഷ്യൽ മീഡിയ ടീമിനായി 4 വർഷത്തിനിടെ ചെലവഴിച്ചത് 2.3 കോടി രൂപ. 12 അംഗ സംഘത്തിനായി 1 വർഷം ചെലവഴിക്കുന്നത് 57 ലക്ഷത്തിലധികം രൂപ. ജനം ബ്രേക്കിംഗ്. ബലോചിസ്ഥാനിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ബലോച്ച് പോരാളികൾ. ഭാരതത്തോടും ഐക്യരാഷ്ട്രസഭയോടും അംഗീകാരം തേടി ബലോച്ച് നേതാക്കൾ. സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗമായി റിപ്പബ്ലിക് ഓഫ് ബലോചിസ്ഥാൻ. വാർത്തകൾ വിശദമായി. പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രാദേശിക സഹായം നൽകിയ ഭീകരൻ ആസിഫ് ഷെയ്ഖിനെ വധിച്ച് സൈന്യം. അവന്തിപ്പോരയ്ക്കും പുൽവാമയ്ക്കും ഇടയിലെ ത്രാൽ വനമേഖലയിലുണ്ടായ ഏറ്റുമുട്ടലാണ് ആസിഫ് ഉൾപ്പെടെ 3 ഭീകരരുടെ
കൊലപാതകത്തിലേക്ക് നയിച്ചത്. പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. കൂടുതൽ സുരക്ഷാ സേനാംഗങ്ങളെയും വിന്യസിച്ചു. ജിഷ്ണു കൃഷ്ണന്റെ റിപ്പോർട്ട് കാണാം. ജമ്മുകാശ്മീരിൽ ഭീകരവിരുദ്ധ നടപടികൾ സൈന്യം ശക്തമാക്കുകയാണ്. ഇന്ന് പുൽവാമ അവന്തിപുര പ്രദേശങ്ങൾക്കിടയിലുള്ള ത്രാൽ വനമേഖലയിലുണ്ടായ ഏറ്റുമുട്ടലാണ് 3 ഭീകരരെ വധിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരപ്രകാരം പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രാദേശിക സഹായം നൽകിയിട്ടുള്ള ഭീകരൻ ആസിഫ് അഹമ്മദ് ഷെയ്ഖ് ഉൾപ്പെടെയുള്ള 3 ഭീകരരെയാണ് സൈന്യം വധിച്ചത് എന്നാണ്. ഈ ആസിഫ് അഹമ്മദ് ഷെയ്ഖ് പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രാദേശിക സഹായം നൽകി എന്നുള്ളത് സൈന്യവും ഒപ്പം ദേശീയ അന്വേഷണ ഏജൻസിയും കണ്ടെത്തിയിരുന്നു. ആസിഫ് ഷെയ്ഖിന്റെ വീട് നേരത്തെ പുൽവാമയിലെ ത്രാലിലെ വീട് സൈന്യം ബ്ലാസ്റ്റ് ചെയ്തുകൊണ്ട് IED ഉപയോഗിച്ച് സ്ഫോടനം നടത്തി തകർക്കുകയും ചെയ്തിരുന്നു. വളരെ കൃത്യമായ മുന്നറിയിപ്പ് ഈ പ്രാദേശികമായി ഭീകരാക്രമണത്തിന് പ്രാദേശികമായി സഹായം നൽകിയ ഭീകരർക്ക് നേരത്തെ സൈന്യം നൽകിയിരുന്നു. വളരെ കൃത്യമായ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ത്രാൽ വനമേഖലയിൽ ഇന്ന് പുലർച്ചയോടുകൂടി സൈന്യവും CRPFും കൂടാതെ ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായുള്ള ഓപ്പറേഷൻ നടത്തിയത്. ഈ ഓപ്പറേഷനിലാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രാദേശികമായി സഹായം നൽകിയിട്ടുള്ള ഭീകരൻ ആസിഫ് അഹമ്മദ് ഷെയ്ഖിനെ സൈന്യം വധിച്ചിട്ടുള്ളത്. കൂടാതെ മറ്റു 2 ഭീകരരെയും വധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഷോപ്പിയാനിൽ നടന്നിട്ടുള്ള ഏറ്റുമുട്ടലിൽ രാഷ്ട്രീയ റൈഫിൾസ് യൂണിറ്റ് നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ കെല്ലറിലും ലഷ്കർ ഇ തോയ്ബയുടെ കശ്മീർ പതിപ്പായിട്ടുള്ള റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെ കശ്മീർ ഓപ്പറേഷൻസ് നിയന്ത്രിക്കുന്ന ഷഹീദ് കുട്ട ഉൾപ്പെടെ 3 ഭീകരരെ വധിച്ചിരുന്നു. ഇവരും പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രാദേശികമായി സഹായം നൽകി എന്ന് കണ്ടെത്തിയിരുന്നു. ഷഹീദ് കുട്ടയുടെ വീടും സൈന്യം നേരത്തെ തന്നെ തകർത്തിരുന്നു. അത്തരത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് വീണ്ടും വളരെ കൃത്യമായ തിരിച്ചടിയും മറുപടിയും ഭീകരർക്ക് സൈന്യം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭീകരാക്രമണത്തിന് പ്രാദേശികമായി സഹായം നൽകിയ ഭീകരരെയാണ് വളരെ കൃത്യമായി ട്രേസ് ചെയ്തുകൊണ്ട് സൈന്യം പ്രത്യേക ഓപ്പറേഷൻ നടത്തിക്കൊണ്ട് വധിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ പുൽവാമ അവന്തിപുര പ്രദേശങ്ങൾക്കിടയിൽ ത്രാൽ വനമേഖലയിൽ ഉണ്ടായ ഏറ്റുമുട്ടലാണ് ആസിഫ് അഹമ്മദ് ഷെയ്ഖ് ഉൾപ്പെടെ 3 ഭീകരർ കൊല്ലപ്പെട്ടിട്ടുള്ളത്. മേഖലയിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ജമ്മു കാശ്മീരിൽ വിവിധയിടങ്ങളിൽ അതിർത്തിയോട് ചേർന്നിട്ടുള്ള വനമേഖലകൾ, ഗ്രാമപ്രദേശങ്ങൾ, മുൻപ് ഭീകര സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രദേശങ്ങൾ, ഇവിടങ്ങളിലെല്ലാം സൈന്യം പരിശോധന നടത്തി വരുന്നുണ്ട്. കാരണം അതിർത്തി മേഖലയിൽ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ സൈന്യത്തിന് ഭാരതത്തിനെതിരെ കാര്യമായ ആക്രമണം നടത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ജമ്മു കാശ്മീരിൽ നിലവിലുള്ള ഭീകരർ ഒപ്പം സ്ലീപ്പർ സെല്ലുകൾ ഇവരെ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ സ്ഫോടനം ഉൾപ്പെടെയുള്ള ഭീകരാക്രമണം നടത്താൻ പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകൾ ലഷ്കർ ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും ഹിസ്ബുൾ മുജാഹിദും ഒപ്പം പാക് ചാര സംഘടനയായിട്ടുള്ള ISIയും ചേർന്നുകൊണ്ട് ഗൂഢാലോചന നടത്തുന്നുണ്ട്, ആസൂത്രണം നടത്തുന്നുണ്ട് എന്ന വ്യക്തമായ റിപ്പോർട്ട് സൈന്യത്തിന് മുൻപിലുണ്ട്. അത്തരം ഭീകരാക്രമണങ്ങൾ പ്രതിരോധിക്കുന്നതിനും ഭീകരരെ വകവരുത്തുന്നതിനുമായി വളരെ കൃത്യമായിട്ടുള്ള ഭീകര വിരുദ്ധ നടപടികളും ഓപ്പറേഷനും സൈന്യം ജമ്മു കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുകയാണ്. അതിന്റെ ഭാഗമായി പ്രത്യേക പരിശോധനകളും ഓപ്പറേഷനും നടത്തുന്നുണ്ട്. ഷോപ്പിയാനിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ഓപ്പറേഷനിലാണ്, ഓപ്പറേഷൻ കെല്ലറിലൂടെയാണ് ലഷ്കർ ഇ തോയ്ബയുടെ റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെ കമാൻഡർ ഷഹീദ് കുട്ട ഉൾപ്പെടെ 3 ഭീകരരെ വധിച്ചത്. ഇന്ന് പുലർച്ചെ മുതൽ അവന്തിപുര പുൽവാമ പ്രദേശങ്ങൾക്കിടയിലുള്ള ത്രാൽ വനമേഖലയിൽ നടത്തിയിട്ടുള്ള പരിശോധനയിലാണ്. തുടർന്ന് ആ പരിശോധന ഏറ്റുമുട്ടലിലേക്ക് എത്തുകയും ആ ഏറ്റുമുട്ടലിലാണ് ആസിഫ് അഹമ്മദ് ഷെയ്ഖ് ഉൾപ്പെടെ 3 ഭീകരരെ വധിച്ചിട്ടുള്ളത്. പ്രദേശത്ത് ഇപ്പോഴും പരിശോധന തുടരുകയാണ്. കൂടുതൽ സേനാവിന്യാസം നടത്തിയിട്ടുണ്ട്. അതിർത്തി മേഖല നിലവിൽ ശാന്തമാണ്. കഴിഞ്ഞ 48 മണിക്കൂറിലധികമായി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് മറ്റ് പ്രകോപനങ്ങളൊന്നുമില്ല എങ്കിൽ പോലും അതിർത്തി മേഖലയിൽ അതീവ ജാഗ്രതയും പരിശോധനയും നിരീക്ഷണവും സൈന്യത്തിന്റെ ഭാഗത്ത് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ സേനാ യൂണിറ്റുകൾ ജമ്മു കാശ്മീരിലേക്ക് വിന്യസിക്കുന്നുണ്ട്. ജമ്മു കാശ്മീർ അതീവ ജാഗ്രതയിലൂടെയും നിരീക്ഷണത്തിലൂടെയും കടന്നു പോകുന്നുണ്ട്. അതിർത്തി മേഖലയിലെ സ്ഥിതിഗതികൾ ശാന്തമാണ്. ഇന്നലെ ഷോപ്പിയാനിലും ഇന്ന് ത്രാലിലും ഉണ്ടായത് സൈന്യം പ്രത്യേകമായി ആസൂത്രണം ചെയ്തിട്ടുള്ള സൈനിക നടപടികളും ഓപ്പറേഷനുമാണ് ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ ഭീകര വിരുദ്ധ നടപടികളിലൂടെ ഭീകരരെ കണ്ടെത്തുന്നതിനും അവരെ വധിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ, പ്രത്യേക ഓപ്പറേഷനുകൾ ജമ്മു കാശ്മീരിൽ പുരോഗമിക്കുകയാണ്. അതിനിടെ സൈനികർക്ക് നന്ദി അറിയിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഭീകരതയ്ക്കെതിരെ രാജ്യം പ്രതിജ്ഞാബദ്ധമെന്ന് ശ്രീനഗറിലെത്തിയ അദ്ദേഹം പറഞ്ഞു. സൈന്യത്തിൻ്റെ ശത്രു സംഹാരത്തിൻ്റെ ഊർജം ഉൾക്കൊള്ളാനാണ് കാശ്മീരിലെത്തിയത്. പാകിസ്ഥാനോടും ഭീകരവാദത്തോടുമുള്ള കശ്മീർ ജനതയുടെ പ്രതികരണം മാറിയെന്നും അവരെ സല്യൂട്ട് ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു. ശ്രീനഗറിലെ ബദാമി ബാഗ് കന്റോൺമെൻറ്റിലാണ് അദ്ദേഹം സൈനികരെ അഭിസംബോധന ചെയ്തത്. പാകിസ്ഥാൻ്റെ കൈവശമുള്ള ആണവായുധങ്ങളിൽ ലോകരാജ്യങ്ങളുടെ നിരീക്ഷണം ആവശ്യമാണെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. हमारे प्रधानमंत्री माननीय नरेंद्र मोदी जी के कुशल नेतृत्व और मार्गदर्शन में ऑपरेशन सिंदूर के दौरान आपने जो कुछ भी किया है उस पर पूरे देश को गर्व की अनुभूति हो रही है। मैं अभी भले ही आपका रक्षा मंत्री हूं, लेकिन उससे पहले
तो मैं भारत का एक नागरिक हूं। रक्षा मंत्री के साथ साथ मैं आज भारत के नागरिक के रूप में भी आप सबके प्रति आभार व्यक्त करने के लिए यहां मौजूद हूं। पहलगाम हमले के बाद हमारे जम्मू कश्मीर की जनता ने पूरी एकजुटता के साथ और पाकिस्तान और साथ ही साथ आतंकवादियों के प्रति जिस प्रकार से अपने गुस्से का इजहार किया है, मैं जम्मू कश्मीर की जनता का भी अभिनंदन करता हूं। രാജ്യത്തെ പ്രധാന വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കൈകാര്യം ചെയ്യാൻ കരാറെടുത്ത തുർക്കി കമ്പനിയായ സെലബിയെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. തുർക്കി പ്രസിഡന്റ് എർദോഗന്റെ മകൾ സുമയ്യ ആണ് സെലബിയുടെ സഹ ഉടമ. ഇവരുടെ ഭർത്താവാണ് പാകിസ്ഥാന് ഡ്രോണുകൾ കൈമാറുന്ന കമ്പനിയുടെ ഉടമ. രാജ്യത്തെ 9 വിമാനത്താവളങ്ങളിലെ കാർഗോ ടെർമിനലുകളുടെ ഉടമസ്ഥതയിലും സുമയ്യയുടെ ഭർത്താവിന് പങ്കാളിത്തമുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഭാരതത്തിലെ പ്രമുഖ വിമാനത്താവളങ്ങളുടെ ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങും കാർഗോയും കൈകാര്യം ചെയ്യുന്നത് സെലബിയാണ്. ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, കഴിഞ്ഞ ദിവസമാണ് സെലബിയുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ ബ്രേക്ക് ചെയ്തത്. ഇന്നിപ്പോൾ ഇതാ കൂടുതൽ വിവരങ്ങൾ, സെലബിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, സെലബിയുടെ തലപ്പത്ത് ആരാണ് ഉള്ളത് ഉൾപ്പെടെയുള്ള കുറേ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഐസൻ? അൽനബേർ, തീർച്ചയായും ഏറ്റവും ഗൗരവതരമായൊരു വിവരം പുറത്തു വരുന്നത് ഈ സെലബിയുടെ ഉടമസ്ഥതയുടെ, അതായത് തായിബ് എർഡോഗൻ്റെ മകളുടെ ഉടമസ്ഥതയിലുള്ളൊരു കമ്പനിയാണ് സെലബി. അവരുടെ ഭർത്താവ് നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നാണ് ഭാരതത്തിന് നേരെ ആക്രമണം നടത്താൻ, ഈ അടുത്ത ദിവസങ്ങളിൽ വരെ ഭാരതത്തിന് നേരെ ആക്രമണം നടത്തിയ, ഈ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഭാരതത്തിന് നേരെ പലയിടങ്ങളിൽ ആക്രമണം നടത്തിയ ഡ്രോണുകൾ തുർക്കിയുടെ ഡ്രോണുകൾ ലഭ്യമാക്കിയ ആ കമ്പനിയുടെ ഉടമസ്ഥൻ കൂടിയാണ് എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം. ഇത് വളരെ ഗൗരവതരമായ ഒരു സാഹചര്യമായി മാറുന്നത് ഈ ഇത്തരത്തിലുള്ള ഡിഫൻസ് ഡാറ്റകൾ ലഭ്യമാകുന്ന മേഖലകളിൽ, അതായത് പ്രതിരോധവുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ ഡാറ്റകൾ ലഭ്യമാകുന്ന മേഖലകളിൽ ഇവരുടെ വിന്യാസം ശക്തമായിരിക്കുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ഡ്രോണുകളിലെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആയുധങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്താനും അത് തയ്യാറാക്കുന്നതിനുള്ള സാങ്കേതിക വിവരങ്ങൾ നേടിയെടുക്കാനുമുള്ള ഒരു അവസരമായി ഈ സെലബിയെ തങ്ങളുടെ ഈ കോൺട്രാക്ട് ഡിപ്ലോയ്മെൻറ്റ് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സൂചനകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതീവ ഗൗരവത്തോടെ നോക്കിക്കാണേണ്ട ഒരു വിഷയമാണിത് എന്നതിൻ്റെ അടിസ്ഥാന കാരണം തന്നെ ഈ പ്രശ്നമാണ്. അതായത് ഭാരതത്തിനെതിരെ പ്രയോഗിച്ച ഡ്രോണുകൾ നിർമ്മിക്കുന്ന കമ്പനിയുടെ ഉടമസ്ഥനും ഇതേ കമ്പനിയുടെ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ ഷെയർ ഹോൾഡിംഗ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യ നേരിട്ട് ഷെയർ ഹോൾഡിംഗ് ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 9ഓളം വിമാനത്താവളങ്ങളിൽ ഇത്തരത്തിൽ ഇവരുടെ പ്രവർത്തനങ്ങളുണ്ട്. അത് ആ പ്രവർത്തനങ്ങൾ നടക്കുന്നത് സൈന്യവുമായി ബന്ധപ്പെട്ട ഏറ്റവും കോൺഫിഡൻഷ്യലായ ഏരിയകളിലും അല്ലെങ്കിൽ ഏറ്റവും ഹൈ സെൻസിറ്റീവായ ഏരിയകളിലും അതുപോലെ തന്നെ വളരെ സീക്രട്ടായി നിലനിർത്തേണ്ട വിവരങ്ങൾ ഉൾപ്പെടുന്ന മേഖലയിലുമാണ്. സൈന്യത്തിൻ്റെ പല ആവശ്യങ്ങൾക്കും കാർഗോയുടെ സംവിധാനങ്ങളും ആ സേവനവും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ കാർഗോ സ്റ്റേഷനുകളിൽ കാര്യമായ ഇടപെടൽ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. VIP മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാർഗോ ഇടപെടലിൻ്റെ രംഗത്തും ഇവരുടെ സാന്നിധ്യമുണ്ട് എന്നതെല്ലാം തന്നെ ഇത്തരത്തിലൊരു ഭീകര സ്വഭാവമുള്ള രാജ്യത്തിന് ആയുധങ്ങൾ വിതരണം ചെയ്ത അതേ സ്ഥാപനത്തിന് വലിയ ഡാറ്റയായി പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അത്തരത്തിലുള്ള ഡാറ്റയായി പ്രയോജനപ്പെടുത്തുന്നത് ഭാരതത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയും ഒരു പരിധിവരെ ഭാരതത്തിൻ്റെ ഒരു വലിയ സുരക്ഷാ വെല്ലുവിളിയായി തന്നെ മാറാൻ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കിയാണ് സ്വാഭാവികമായൊരു പ്രതികരണം ഇതിനെതിരെ വന്നിരിക്കുന്നത്. ഇവരെ അടിയന്തരമായി 9ഓളം വിമാനത്താവളങ്ങളിൽ ഇവരുടെ സേവനം നിർത്തലാക്കണം, അതായത് ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിലും അതുപോലെ തന്നെ കാർഗോ ഹാൻഡ്ലിങ്ങിലുമുള്ള സേവനം നിർത്തലാക്കണമെന്ന ആവശ്യം ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ കൃത്യമായി വരികയും ചെയ്യുന്നുണ്ട്. ഏറ്റവും ഗൗരവമർഹിക്കുന്നൊരു വിഷയം തന്നെയാണിത് എന്നത് ഈ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് വ്യക്തമാക്കപ്പെടുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ അടിയന്തര നടപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വേണമെന്നൊരാവശ്യമാണ് മുന്നോട്ട് വയ്ക്കപ്പെടുകയും ചെയ്യുന്നത്. 9ഓളം വിമാനത്താവളങ്ങളിൽ ഇവരുടെ നിയന്ത്രണം, ഇപ്പോഴും കാർഗോയുടെ നിയന്ത്രണമുണ്ട്. കൊച്ചിയിലും കണ്ണൂരിലും കൃത്യമായി കാർഗോയുടെ ഇടപെടൽ, കാർഗോ നിയന്ത്രിക്കുന്നത് ഈ സ്ഥാപനമാണ് എന്നതുകൊണ്ട് തന്നെ ഇവരെ അടിയന്തരമായി ഒഴിവാക്കണം എന്നൊരു നിലപാടാണുള്ളത്. അത് സാധ്യവുമാണ് നിയമപരമായി, കാരണം ഭാരതത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ തന്നെ. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക യാത്രാ വിമാനങ്ങളുടെ പ്രവർത്തന നിയന്ത്രണവും ഈ സെലബിയുടെ പക്കലാണ് എന്നുള്ളതും ഞെട്ടിപ്പിക്കുന്ന വസ്തുതയല്ലേ? തീർച്ചയായും പ്രധാനമന്ത്രി എത്തുന്ന വലിയ വിമാനത്തിൻ്റെ കാർഗോ ഹാൻഡ്ലിംഗ്, അത് ആ വിമാനവുമായി ബന്ധപ്പെട്ട ചില കാർഗോ ഹാൻഡ്ലിങ്ങുകൾ ഉണ്ടാകും. അത്തരത്തിൽ ഏറെ സ്വകാര്യമായ രഹസ്യമായ വിവരങ്ങളായിരിക്കും ആ കാർഗോയുമായി ബന്ധപ്പെട്ടുണ്ടാവുക. അത്തരം വിവരങ്ങളൊന്നും പുറത്തു വരാറില്ല. അത്തരത്തിലുള്ള കാർഗോയുടെ ഹാൻഡ്ലിംഗ് നടക്കുമ്പോഴും ആ കാർഗോ സംബന്ധിച്ച പല വിവരങ്ങളും ശേഖരിക്കാൻ അവർക്ക് സാധിക്കുമെന്നതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിൽ ഈ കൊണ്ടുവരുന്ന സാധനങ്ങളുടെ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കുന്നതിന് ചെറിയ ചില വിവരങ്ങളെല്ലാം തന്നെ മതിയാകും. അത്തരത്തിൽ ആ കാര്യത്തിൽ എന്തെങ്കിലും രീതിയിൽ നുഴഞ്ഞു
കയറി അത്തരത്തിലുള്ള സുരക്ഷാ സർക്കിളുകളിൽ നുഴഞ്ഞു കയറി ആക്രമണം നടത്താനുള്ള കൃത്യമായ വിവരങ്ങളായി അതിനെ അപഗ്രഥിക്കാൻ സാധിക്കുന്നൊരു സാഹചര്യമുണ്ട്. തീർച്ചയായും സാങ്കേതിക വൈദഗ്ധ്യമുള്ളവർക്കെല്ലാം തന്നെ അത്തരം ഒരു സൂചന മാത്രം ലഭ്യമായാൽ മതിയാകും, അത്തരത്തിലൊരു ചെറിയ വിവരം മാത്രം ലഭ്യമായാൽ മതിയാകും. അത്തരമൊരു ആക്രമണോത്സുകമായൊരു നീക്കത്തിനെ അത്തരം വിവരങ്ങൾ ദുരുപയോഗം ചെയ്യാൻ സാധിക്കുമെന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഉൾപ്പെടെ വിമാനം കാർഗോ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നത് ഗൗരവം അറിയിക്കുന്ന ഒരു വിഷയമായി മാറുന്നത്. തീർച്ചയായും അടിയന്തരമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഒരു പരിധിവരെ VIP മൂവ്മെൻറ്റുകളിൽ നിന്നും മിലിറ്ററി മൂവ്മെൻറ്റുകളിലും കാർഗോ ഹാൻഡ്ലിംഗ് ചെയ്യുന്ന ഈ സെലബിയുടെ ഇടപാട് ഉടൻ തന്നെ നിർത്തിവെക്കേണ്ടി വരുമെന്ന് തന്നെയാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനിലമ്പ്യ, രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കൈകാര്യം ചെയ്യാൻ കരാറെടുത്ത തുർക്കി കമ്പനിയായ സെലബിയെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. തുർക്കി പ്രസിഡന്റ് എർദോഗന്റെ മകൾ സുമയ്യാണ് സെലബിയുടെ സഹ ഉടമ. ഇവരുടെ ഭർത്താവാണ് പാകിസ്ഥാന് ഡ്രോണുകൾ കൈമാറിയ കമ്പനിയുടെ ഉടമ. തിരുവനന്തപുരം നെയ്യാറിൽ കാട്ടാനാക്രമണത്തിൽ വനം വാച്ചർക്ക് പരിക്ക്. നെയ്യാർ ഡാം സ്വദേശി ബിനുവിനാണ് പരിക്കേറ്റത്. ഉൾവനത്തിലെ ഡ്യൂട്ടിക്ക് ശേഷം മടങ്ങാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു കൊമ്പൻ്റെ ആക്രമണമുണ്ടായത്. പ്രകോപിതനായ കൊമ്പൻ ബിനുവിനെ ചുഴറ്റിയെറിയുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന വാച്ചർമാരായ ബിനു അഗസ്റ്റിൻ, സുരേഷ് എന്നിവർ ചേർന്ന് ആനയെ വിരട്ടി ഓടിച്ച ശേഷം ബിനുവിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു. പരിക്കേറ്റ ബിനുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കോന്നി MLA KU ജിനീഷ് കുമാർ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ സർക്കാർ വനം വകുപ്പ് പോര് മുറുകുന്നു. MLAക്കെതിരെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസിൽ പരാതി നൽകി. അതേസമയം MLAയെ പിന്തുണയ്ക്കുന്ന നിലപാടിലാണ് CPM. കാട്ടാന ഷോക്കേറ്റ് ചെരിഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്ത ആളെ കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ട പാടം ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് ബലമായി മോചിപ്പിച്ചത്. KU ജിനീഷ് കുമാർ MLAക്കെതിരെ കൂടൽ പോലീസിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ 3 പരാതികൾ നൽകിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം MLA തടസ്സപ്പെടുത്തിയെന്ന പരാതിയിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ പരാതിയിൽ പോലീസ് ഇതുവരെയും കേസെടുത്തിട്ടില്ല. സംഭവത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതിഷേധവും ശക്തമാക്കി. സ്വാർത്ഥ താൽപര്യക്കാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ അക്രമം അഴിച്ചുവിടുകയാണെന്ന് ഇടത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘടനയായ കേരള ഫോറസ്റ്റ് സ്റ്റാഫ് പ്രൊട്ടക്റ്റീവ് അസോസിയേഷൻ ആരോപിച്ചു. കാട്ടാന ചെരിഞ്ഞത് ഷോക്കേറ്റാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കവേ ഉദ്യോഗസ്ഥർക്കെതിരെ ഭീഷണി മുഴക്കിയ MLAക്ക് CPM പിന്തുണയും ലഭിച്ചതോടെ സർക്കാർ വനംവകുപ്പ് പോരും രൂക്ഷമാകുന്നു. MLA നടത്തിയ രോക്ഷപ്രകടനം ശരിയാണെന്ന് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം. ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു അന്തരീക്ഷത്തിൽ ഒരു ജനപ്രതിനിധി എങ്ങനെ പ്രതികരിക്കണം? ഇവിടെയാണ് നമ്മൾ പ്രധാനപ്പെട്ട പ്രശ്നം കാണേണ്ടത്. ഇവിടെയാണ് നമ്മൾ ജനീഷ് കുമാറിന്റെ പ്രശ്നത്തെ ഈ അർത്ഥത്തിൽ കാണുമ്പോഴാണ് ജനീഷ് കുമാർ ചെയ്തത് ശരിയാണ് എന്ന് വരുന്നത്. അവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി, ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ജനപ്രതിനിധി വരുന്നു. ആ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ജനങ്ങളെ ആകെ വീടുകൾ റെയ്ഡ് ചെയ്ത് അവരെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഭാഗത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ. ജനപ്രതിനിധികൾ എന്ത് ചെയ്യണം? രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ടും അതിനെ എതിർത്തേ മതിയാവുകയുള്ളൂ. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. ജനങ്ങൾക്കൊപ്പമാണ് പാർട്ടി. ഗവൺമെന്റ് തീർച്ചയായിട്ടും ഈ പ്രത്യേക സാഹചര്യങ്ങൾ വനംവകുപ്പ് കണ്ടുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളിൽ പക്വതയോടെയുള്ള ഒരു സമീപനം, ആ പ്രശ്നങ്ങളുടെ ഗൗരവം കണ്ടുകൊണ്ടുള്ള ഒരു സമീപനം, നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ എങ്ങനെ ഇടപെടണം എന്നത് സംബന്ധിച്ച് ഒരു പുനർചിന്തന നടത്തേണ്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ജനീഷ് കുമാറിന്റെ നടപടിയെ ഞങ്ങൾ അനുകൂലിക്കുന്നത്. നക്സലുകൾ ഇറങ്ങും, ഫോറസ്റ്റ് സ്റ്റേഷനെ തീവെക്കും, അറസ്റ്റ് രേഖപ്പെടുത്തിയതിന്റെ രേഖകൾ കാണണം തുടങ്ങി ഭീഷണികൾ മുഴക്കിയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തിയാളെ ജനീഷ് കുമാർ MLA പാടം ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും ബലമായി മോചിപ്പിച്ചത്. ജനം, പത്തനംതിട്ട. പോലീസ് ഉദ്യോഗസ്ഥന് CPM ഏരിയ സെക്രട്ടറിയുടെ ഭീഷണി. CPM കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി PB രതീഷാണ് വിളവെടുക്കരുത് എന്ന് ഭീഷണി മുഴക്കിയത്. രതീഷും രാമമംഗലം SHOയും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട്. തന്നോട് ഭീഷണി വേണ്ടെന്നും ഏരിയ സെക്രട്ടറിക്കെതിരെ കേസെടുക്കുമെന്നും CI മറുപടി നൽകി. സ്വകാര്യ സ്ഥലത്ത് കല്ലുവെട്ടുന്നതുമായി ബന്ധപ്പെട്ട പോലീസ് നടപടിയെ തുടർന്നായിരുന്നു ഭീഷണി. നമസ്കാരം, PB രതീഷാണ്. പറയണം. ഇവിടെ ഒന്ന് താനെന്തോ അനാവശ്യം പറഞ്ഞതിനെ പറ്റി. ആര് പറഞ്ഞു? ഏഴക്കനാട് വന്ന് ഏഴക്കനാട് വന്നിട്ട് എന്തോ അനാവശ്യം പറ്റി പറഞ്ഞെന്ന് ഞാൻ ഇങ്ങനെ കേട്ടു. നിങ്ങളെ കുറിച്ച് ഞാൻ അനാവശ്യമൊന്നും പറഞ്ഞില്ല. നിങ്ങളെ കുറിച്ച് എനിക്ക് അനാവശ്യം പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ നിങ്ങളോട് വേറെ ബന്ധമൊന്നുമില്ലല്ലോ. അല്ല, ഇതും താൻ തന്നെ പണി ചെയ്താ പോരെ. ഈ നാട്ടിക്കട പറഞ്ഞ ആവശ്യമില്ലാത്ത വർത്താനം പണിയതിനാ. ഞാൻ എന്താ ആവശ്യമില്ലാത്ത പറഞ്ഞാ നിങ്ങളെന്താ അറിഞ്ഞത്? വിളവെടുക്കണ്ട കേട്ടോ. നിങ്ങൾ വിളവെടുക്കണ്ട. നിങ്ങളെന്താ എന്നെ വിളിച്ച് രാത്രി, നിങ്ങൾ സ്ഥിരമായിട്ട് രാത്രി എന്നെ വിളിച്ച് ചീത്ത വിളിക്കുകയാണല്ലോ. നിങ്ങൾ മുമ്പ് എന്നെ വിളിച്ച് മോശമായിട്ടല്ല പറഞ്ഞത്. ഞാൻ FIR എടുത്ത് കാണിച്ചു തരാം.
ഞാൻ എഫ്ഐആർ എടുക്കാം. എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്താൻ നിങ്ങൾക്ക് എന്താ അധികാരമുള്ളത്? നിങ്ങൾ LC സെക്രട്ടറി ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്? നിങ്ങളെ കുറിച്ച് ആരടുത്താ പറഞ്ഞത്? നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത് ഭീഷണിപ്പെടുന്ന രാത്രി? നിങ്ങൾ ആരടുത്താ സംസാരിക്കുന്നത്? AICC താക്കീതിന് പിന്നാലെ നിലപാടിൽ ഉറച്ച് ശശി തരൂർ MP. കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ചതടക്കം ശരിയെന്ന് തോന്നിയ കാര്യങ്ങളാണ് വ്യക്തമാക്കിയതെന്ന് തരൂരിൻ്റെ പക്ഷം. രാഷ്ട്രീയമില്ല, രാജ്യതാൽപര്യം മാത്രമാണെന്നാണ് തരൂർ വ്യക്തമാക്കുന്നത്. ഇതും നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. താക്കീത് മറികടന്നാൽ തരൂരിനെതിരെ നടപടികളിലേക്ക് കടക്കാനാണ് ഹൈക്കമാൻഡ് നീക്കം. പഹൽഗാം ആക്രമണം മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെ പാർട്ടി ഒന്നു പറയും, ശശി തരൂർ നേരെ വിപരീതവും. ഈ സാഹചര്യത്തിലാണ് നിരന്തരം പാർട്ടി നിലപാടുകൾക്ക് വിപരീതമായി പെരുമാറുന്നതിൽ കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തി ഉണ്ടായതും. നിരന്തരം പാർട്ടി ലൈൻ ലംഘിച്ചതോടെയാണ് ഇന്നലെ ചേർന്ന മുതിർന്ന നേതാക്കളുടെ യോഗത്തിൽ തരൂരിന് താക്കീത് നൽകിയത്. പഹൽഗാം സംഭവത്തിന് പിന്നാലെ നടന്ന 3 പ്രവർത്തക സമിതി യോഗങ്ങളിലൂടെ പാർട്ടി നിലപാട് വ്യക്തമാക്കിയതാണ്. അത് തള്ളിയാണ് തരൂർ കേന്ദ്രത്തിന് അനുകൂലമായ നിലപാട് പറയുന്നത്. ജനങ്ങൾക്കിടയിൽ ഇത് വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ വിമർശനവും ഉയർന്നു. ഈ പശ്ചാത്തലത്തിലാണ് പാർട്ടി തീരുമാനം അനുസരിക്കണമെന്ന കർശന നിർദ്ദേശം ഹൈക്കമാൻഡ് തരൂരിന് നൽകിയത്. ശശി തരൂരിനെതിരെ തുടർ നടപടികൾ ഇപ്പോൾ ആലോചനയിലില്ല. പാർട്ടി ലൈൻ മാറുന്നതിലെ അതൃപ്തി താക്കീതിൽ ഒതുക്കാനാണ് കോൺഗ്രസ് നീക്കം. തരൂരിന്റെ തുടർ നിലപാടും പ്രതികരണങ്ങളും നിരീക്ഷിക്കും. ഇന്നലത്തെ യോഗത്തിൽ നൽകിയത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്ന ശക്തമായ സന്ദേശമാണെന്നാണ് വിവരം. പഹൽഗാമിൽ ഇന്റലിജൻസ് വീഴ്ചയുണ്ടായെന്ന കോൺഗ്രസ് വിമർശനത്തിന് ഏത് രാജ്യത്തിനും രഹസ്യാന്വേഷണ വീഴ്ചയുണ്ടാകുമെന്ന് തരൂർ നിലപാടെടുത്തിരുന്നു. 1971 യുദ്ധവിജയം ചൂണ്ടിക്കാട്ടി ഇന്ദിരാഗാന്ധിയായിരുന്നു ഇപ്പോഴെങ്കിലെന്ന കോൺഗ്രസ് പ്രചാരണത്തെ സാഹചര്യം മാറിയെന്ന ഒറ്റ വാക്കുകൊണ്ട് തരൂർ വെട്ടിലാക്കി. ട്രംപിന്റെ നിലപാട് തള്ളി മൂന്നാം കക്ഷിയുടെ ഇടപെടൽ കൊണ്ടല്ല, പാകിസ്ഥാൻ കാലുപിടിച്ചതുകൊണ്ടാണ് വെടിനിർത്തലിന് ധാരണയായതെന്ന പ്രധാനമന്ത്രിയുടെ വാദത്തെയും തരൂർ പിന്തുണച്ചു. രാഷ്ട്രീയമില്ല, രാജ്യതാൽപര്യം മാത്രമാണെന്ന മറുപടിയിലൂടെയും ശശി തരൂർ നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. രാഷ്ട്രീയ മാറ്റത്തിന് സൂചനയാണോ തരൂർ നൽകുന്നതെന്ന ചർച്ചയും സജീവമാണ്. അതിനിടെ നിലപാട് തുടരുമെന്നാണ് ശശി തരൂർ ആവർത്തിക്കുന്നത്. ജനം, തിരുവനന്തപുരം. കെ സുധാകരന് പിന്തുണയുമായി കെ മുരളീധരൻ. സുധാകരൻ പ്രയാസങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങളുണ്ട് എന്നല്ല, സ്വാഭാവികമായി ഒരു വ്യക്തി ഒഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തും. ഞങ്ങളൊക്കെ അദ്ദേഹം തുടരണമെന്നാണ് ഹൈക്കമാൻഡിനെ അറിയിച്ചതെന്നും മുരളീധരൻ പറഞ്ഞു. അതേസമയം പരസ്യ പ്രതികരണത്തിന് ഇല്ലെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ പ്രവർത്തകരെ വേദനിപ്പിക്കുന്ന നടപടിക്ക് താനില്ലെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ഞാൻ പാർട്ടി കാര്യങ്ങൾ പരസ്യമായി അഭിപ്രായം പറയാൻ താല്പര്യമില്ല, എനിക്ക് താല്പര്യമില്ല. തന്നെയുമല്ല, പാർട്ടി പ്രവർത്തകർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് പോകുന്ന സമയമാണ്. പാർട്ടി പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതുകൊണ്ട് പാർട്ടി പ്രവർത്തകരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യത്തിലും ഞാൻ പ്രതികരിക്കില്ല. അത്തരം കാര്യങ്ങളിലൊന്നും പരസ്യമായി പ്രതികരിക്കാൻ ഞാനില്ല. ഇന്ന് പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട സമയമാണ്. ജനങ്ങൾ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു. അതനുസരിച്ച് എല്ലാ നേതാക്കളും പ്രവർത്തകരും പ്രവർത്തിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒന്നും ഒരു പ്രതികരണമില്ല. മലപ്പുറം കാളികാവിലെ കടുവ ആക്രമണത്തിൽ വനമന്ത്രി AK ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. പിന്നെ അവിടെ കടുവയെ പിടിക്കലാണ് അടുത്ത ഘട്ടം. അവിടെ മാസങ്ങൾക്ക് മുമ്പൊരിക്കൽ ഒരു തവണ കടുവയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ സമയത്ത് ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനം അവിടെ നടത്തിയിരുന്നു. പിന്നീട് സാന്നിധ്യം ഇല്ലാതെ വന്നപ്പോൾ സ്വാഭാവികമായും വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ജാഗ്രത കുറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ ഇനിയിപ്പം നമ്മളവിടെ കടുവയെ പിടികൂടാൻ കൂടുവെക്കുക മാത്രമല്ല, കുങ്കിയാനകളുടെയും മറ്റുള്ളവരെയും സഹായം അവിടെ എത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഡോക്ടർ അരുൺ സക്കറിയ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാ വിദഗ്ധന്മാരും മുതിർന്ന ഉദ്യോഗസ്ഥന്മാരും അവിടെ വന്നിട്ടുണ്ട്. പോലീസും ജില്ലാ ഭരണകൂടവും എല്ലാവരും കൂടെ സഹകരിച്ചുകൊണ്ടും അവിടുത്തെ MLAയുമായി ഞാൻ സംസാരിച്ചു, ജില്ലാ കളക്ടറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള ആ പ്രദേശത്ത് ആവർത്തിക്കാതിരിക്കാനുള്ള കരുതൽ നടപടികൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്ത് അതിനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ ത്വരിതഗതിയിൽ സ്വീകരിക്കും. അല്ല, ആ പ്രദേശത്ത് ഉള്ള ഒരു 3 മാസം തുടർച്ചയായി ഒരു മാസം നമ്മൾ ഇപ്പം ദുരന്ത ഭൂമിയിലൊക്കെ നമ്മൾ പരിചയപ്പെട്ടതല്ലേ. കുറേ കഴിയുമ്പോൾ ഇനി ഉണ്ടാവില്ല എന്ന വിശ്വാസത്തോടെ ആണല്ലോ തിരിച്ചു പോവുക, ഒരു സമാധാനത്തോടെയാണ് തിരിച്ചു പോവുക. അല്ലാതെ
അവിടെ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ് ഈ കൂട് വെക്കുന്നതിലൊക്കെ പിന്നോട്ട് പോയിട്ടുണ്ട് എന്നത് മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്. എന്നിരുന്നാലും അവിടെ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് CCFന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാകുമ്പോഴും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒരു പെരുമാറ്റം, പ്രത്യേകിച്ച് ജനപ്രതിനിധികളടക്കം ഇന്നലെ KU ജനീഷ് കുമാർ പോലും വനംവകുപ്പ് ഓഫീസിൽ പോയി പ്രതിഷേധിക്കുകയും അവിടെ ബഹളം ഉണ്ടാക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി. കാരണം സാധാരണക്കാരായ ആളുകളെ ചെറിയ കേസുകളിലൊക്കെ വിളിക്കുകയും അല്ലെങ്കിൽ നടപടിക്കൊക്കെ വിളിക്കുന്നത് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുന്നതിന് പകരം അവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും കർശന നിയമവ്യവസ്ഥകൾ പറഞ്ഞ് അവരെ പീഡിപ്പിക്കുകയും ചെയ്യുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നാണ് ജനപ്രതിനിധികൾ പോലും പറയുന്നത്. അപ്പോൾ മന്ത്രി നമ്മുടെ കേരളത്തിൽ വനം മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി ഓഫീസുകളും ഉദ്യോഗസ്ഥന്മാരുമുണ്ട്. ആ ഉദ്യോഗസ്ഥന്മാരെല്ലാം ജനവിരുദ്ധ നിലപാട് സ്വീകരിക്കലെന്നവരാണ് എന്ന് അടച്ചാക്ഷേപിക്കുന്നത് ഒരു കാരണവശാലും ശരിയല്ല. എന്നാൽ ഏത് സമൂഹത്തിലുണ്ടാകുന്നത് പോലെയും വനംവകുപ്പിലും പക്വതയോടുകൂടി പെരുമാറാൻ കഴിയാത്ത ഉദ്യോഗസ്ഥന്മാരുണ്ടായി എന്ന് വരും. അതെന്താണെന്ന് കണ്ടെത്തി, എവിടെയാണെന്ന് കണ്ടെത്തി, ആരാണെന്ന് കണ്ടെത്തി നടപടികൾ സ്വീകരിക്കുകയാണ് ഗവൺമെൻറ്റിന് ചെയ്യാനുള്ളത്. ആ നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും. നിയമവാഴ്ച ഉറപ്പുവരുത്തേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്, ഒരാളുടെ മാത്രമല്ല. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ് ഗവൺമെൻറ് പരിശോധിക്കുക. അപ്പോൾ അത് സംബന്ധിച്ചും പ്രത്യേകിച്ചും അവിടെ MLA കൂടി ബന്ധപ്പെട്ടൊരു പ്രശ്നമായതുകൊണ്ട് ഗൗരവത്തിൽ തന്നെയാണ് ഗവൺമെൻറ് അതിനെ കാണുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെയും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് അതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അത് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ മാത്രം റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി തീരുമാനിക്കാനല്ല ഇപ്പോൾ വനംവകുപ്പ് മന്ത്രി എന്നുള്ളതിൽ ഞാൻ ആലോചിക്കുന്നത്. മറ്റു തരത്തിലുള്ള പരിശോധനയും നടത്തിയാൽ മാത്രമേ അതിലെ സത്യാവസ്ഥ ബോധ്യപ്പെടും. അതിൽ സത്യം എന്താണോ ആ സത്യത്തിനോടൊപ്പം നിന്ന് ശരിയായ നടപടി മാത്രമേ സർക്കാർ സ്വീകരിക്കുകയുള്ളൂ. അല്ല, ഇപ്പം ഞാനത് സ്ഥിരീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നില്ല. എന്താണ് അവിടെ, കാരണം ഇത് മറ്റു സ്ഥലത്തെ പോലെയല്ല. MLA കൂടി പങ്കാളിയായ ഒരു പ്രശ്നമായതുകൊണ്ട് അതിൻ്റെ ഗൗരവത്തിൽ തന്നെ അതിനെ കാണേണ്ടതും പരമാവധി നിഷ്പക്ഷമായി സത്യസന്ധമായും ആ പ്രശ്നത്തെ സമീപിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പരാതി കൊടുക്കൽ അവരെ സ്വാതന്ത്ര്യമല്ലേ. അവർക്ക് നിയമപരമായി സ്വാതന്ത്ര്യമുള്ള കാര്യത്തിൽ ചെയ്യാൻ പാടുണ്ടെന്നോ ചെയ്യണമെന്നോ ഒരു നിർദ്ദേശവും ആ കാര്യത്തിൽ അങ്ങോട്ട് കൊടുത്തിട്ടില്ല. എനിക്കറിയേണ്ടത് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞു കേൾക്കുന്നത് പോലെയൊക്കെ ഉണ്ടോ, അതിൽ വല്ല വസ്തുതയുണ്ടോ, ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് നിയമം പാലിക്കുന്നതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളിലാണ്. അതിനാണ് ഞാൻ എൻ്റെ ഒരു നിലപാട്. അതിൽ തികച്ചും നിഷ്പക്ഷമായ ഒരു നിലപാടായിരിക്കും ഞങ്ങൾ സ്വീകരിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എന്താണ് അവിടെ ചെയ്യുക എന്ന് തീരുമാനിക്കുകയുള്ളൂ. ഈ വേടൻ കേസിലും ഈ കോന്നിയിലെ വിഷയത്തിലും അടക്കം ഈ ഉദ്യോഗസ്ഥരുടെ ജാഗ്രത കുറവ് സർക്കാരിന് വലിയ നാണക്കേടായിട്ടുണ്ടല്ലേ? അല്ല, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ള ഒരു വീഴ്ചയാണോ ഇത്? ഏത് ഡിപ്പാർട്ട്മെൻറ്റിലും ചില പോരായ്മകളും വീഴ്ചകളും ഉണ്ടായില്ലേ? ഏത് ഡിപ്പാർട്ട്മെൻറ്റിലും ഇല്ലാത്തത്? അതെല്ലാം സർക്കാരിന് നാണക്കേടാണെന്നുള്ളതൊരു പത്രഭാഷയാണ്. ആ പത്രഭാഷയോട് പ്രതികരിക്കാൻ ഞാനില്ല. പലപ്പോഴും ഉണ്ടാകുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത് ജീവൻ നഷ്ടമായി കഴിഞ്ഞാണ് ഈ നടപടികൾ എടുക്കുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. അല്ല, ഞാൻ ഈ ഘട്ടത്തിൽ അതിൻ്റെ ഒരു വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എങ്കിലും കഴിഞ്ഞ 4-5 മാസമായി കേരളത്തിലെ വനമേഖലയിൽ മലപ്പുറം നിലമ്പൂർ കാളികാവിൽ യുവാവ് കൊല്ലപ്പെട്ടത് കടുവയുടെ ആക്രമണത്തിലെന്ന് പ്രാഥമിക നിഗമനം. ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറാണ് മരിച്ചത്. രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. ഗഫൂറിൻ്റെ കൂടെയുണ്ടായിരുന്ന ടാപ്പിംഗ് തൊഴിലാളി സമതോടി രക്ഷപ്പെട്ടു. സ്ഥലത്ത് നാട്ടുകാർ പ്രതിഷേധിച്ചു. പിന്നീട് വനംവകുപ്പിൻ്റെ ഉറപ്പിനെ തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു. 14 ലക്ഷം രൂപ അടിയന്തര ധനസഹായം നൽകും. കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിനിടെ പ്രദേശത്ത് തിരച്ചിൽ നടത്താനായി വയനാട് മുത്തങ്ങയിൽ നിന്നും കുങ്കിയാനകൾ ഉൾപ്പെടെ പ്രത്യേക സംഘം പുറപ്പെട്ടു. ഡോക്ടർ അരുൺ സഖറിയയും സംഭവ സ്ഥലത്തേക്ക് പുറപ്പെട്ടെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, എന്തായാലും നാട്ടുകാരുടെ പ്രതിഷേധത്തിൽ ഒരു തീരുമാനം ആയിരിക്കുന്നു. 14 ലക്ഷം രൂപ കൊല്ലപ്പെട്ട ആളുടെ കുടുംബത്തിന് നൽകും. മാത്രമല്ല, കടുവയെ
പിടികൂടാനുള്ള സന്നാഹങ്ങളും വനവകുപ്പ് ഒരുക്കുന്നു എന്നാണ് വിശദാംശങ്ങൾ. ശിവദാസ്. അനിൽ നമ്പ്യാർ, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ കാളിക്കാവിലാണ് കടുവയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. കാളിക്കാവ് സ്വദേശിയായ ഗഫൂറാണ് കടുവയുടെ ആക്രമണത്തിൽ മരിച്ചിരിക്കുന്നത്. ഈ ഗഫൂറിനോടൊപ്പം തന്നെ മറ്റൊരു വ്യക്തി കൂടി ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടി ജോലിക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കാളിക്കാവ് ഈ മേഖലയിലേക്ക്, റബ്ബർ തോട്ടം ഉള്ള ഈ മേഖലയിലേക്ക് വന്നത്. ടാപ്പിംഗ് തൊഴിലാളികളാണ് രണ്ടുപേരും. കൂടെ ഉണ്ടായിരുന്നത് സമദ് എന്ന വ്യക്തിയാണ്. ഈ സമദ് പിന്നീട് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് സമദ് അറിയിച്ചതിനെ തുടർന്നാണ് നാട്ടുകാരും മറ്റു വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഈ പ്രദേശത്ത് തിരച്ചിൽ നടത്തി. ഏകദേശം സംഭവ സ്ഥലത്ത് നിന്നും 100 മീറ്റർ അപ്പുറത്തു നിന്നുമാണ് ഗഫൂറിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കാലിന്റെ പല ഭാഗത്തു നിന്നും വലിയ രീതിയിൽ തന്നെ കടുവ കടിച്ച അടയാളങ്ങൾ ഉണ്ട്. പല ഭാഗത്തു നിന്നും മാംസം കടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് കൂടുതൽ നാട്ടുകാർ ഈ ഭാഗത്തേക്ക് എത്തുകയാണ് ഉണ്ടായത്. നാട്ടുകാർ വലിയ രീതിയിൽ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തി. വ്യത്യസ്തമായ ആവശ്യങ്ങളാണ് നാട്ടുകാർക്ക് ഉണ്ടായിരുന്നത്. നരഭോജി കടുവയെ പിടികൂടണം എന്നതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ആവശ്യം. അതോടൊപ്പം തന്നെ മരിച്ച ഗഫൂറിന്റെ കുടുംബത്തിന് 1 കോടി രൂപ സഹായം നൽകണം എന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. മാത്രമല്ല ഗഫൂറിന്റെ കുടുംബത്തിലെ ഒരാൾക്ക് സ്ഥിരം ജോലി നൽകണം എന്നൊരു ആവശ്യവും നാട്ടുകാർ ഉന്നയിച്ചു. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ നാട്ടുകാർ ഈ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാൻ സമ്മതിച്ചിരുന്നില്ല. പിന്നീട് വനംവകുപ്പിലെ മറ്റു ഉന്നത ഉദ്യോഗസ്ഥരും DFOയും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും അടക്കം നാട്ടുകാരുമായി ചർച്ച നടത്തി. MLA അനിൽകുമാർ അടക്കം ഉള്ളവർ ഉണ്ടായിരുന്നു. ഈ ചർച്ചയെ തുടർന്നാണ് പിന്നീട് നാട്ടുകാരുടെ പ്രതിഷേധം അവസാനിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ 14 ലക്ഷം രൂപ അടിയന്തരമായി നൽകും എന്നാണ് വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അതിൽ 10 ലക്ഷം രൂപ വനം വകുപ്പും 4 ലക്ഷം രൂപ ദുരന്ത നിവാരണ അതോറിറ്റിയുമാണ് നൽകുക. നാളെ തന്നെ 5 ലക്ഷം രൂപ നൽകും എന്ന് വനം വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ബാക്കിയുള്ള 5 ലക്ഷം രൂപ കൂടി വനം വകുപ്പ് നൽകും. ബാക്കിയുള്ള 4 ലക്ഷം രൂപ ദുരന്ത നിവാരണ അതോറിറ്റിയും വൈകാതെ തന്നെ നൽകും എന്നാണ് നാട്ടുകാരെ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കടുവയെ പിടികൂടാനുള്ള തീരുമാനവും ആയിട്ടുണ്ട്. വെടിവെച്ച് കൊല്ലണമോ അല്ലെങ്കിൽ കൂട്ടിൽ ആക്കി പിടികൂടണമോ എന്ന കാര്യത്തിൽ തീരുമാനം ആയിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തീരുമാനങ്ങൾ ഉന്നതർ അടങ്ങുന്ന സംഘം ചർച്ച ചെയ്ത് തീരുമാനിക്കും. കുങ്കിയാനകൾ അടക്കമുള്ള സംഘം കാളിക്കാവിലേക്ക് തിരിച്ചിട്ടുണ്ട്. വയനാട് മുത്തങ്ങയിൽ നിന്നുമാണ് കുങ്കിയാനകൾ അടക്കമുള്ള സംഘം കാളിക്കാവിലേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘവും ഇവിടേക്ക് വരുന്നുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ സംഘം ഇവിടെ എത്തും. പിന്നീട് ഈ ഭാഗത്ത് തിരച്ചിൽ ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതോടൊപ്പം പാലക്കാട് നിന്നുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരായ 25 പേരും ഇവരോടൊപ്പം ചേരും എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും കൃത്യമായ നടപടികൾ സ്വീകരിക്കും എന്നാണ് വനംവകുപ്പ് മന്ത്രി കൂടി അറിയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ ഈ നിലമ്പൂർ മേഖല വലിയ രീതിയിൽ തന്നെ വന്യജീവി ശല്യം രൂക്ഷമായ ഒരു മേഖലയാണ്. ഈ ഭാഗങ്ങളിൽ താമസിക്കുന്ന ആളുകളെല്ലാം തന്നെ പേടിയോടെയാണ് ഇവിടെ കഴിയുന്നത്. കഴിഞ്ഞ കുറച്ച് മാസത്തിനിടെ മാത്രം നിരവധി പേരുടെ ജീവനുകളാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ നഷ്ടമായിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് ഈ കടുവയുടെ ആക്രമണത്തിൽ വന്യമൃഗങ്ങളുടെ അതിക്രമം തുടരുന്നു. നിലമ്പൂർ കാളികാവിൽ യുവാവ് കൊല്ലപ്പെട്ടത് കടുവയുടെ ആക്രമണത്തിലെന്ന് പ്രാഥമിക നിഗമനം. ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറാണ് മരിച്ചത്. എന്തായാലും ഗഫൂറിൻ്റെ കുടുംബത്തിന് 14 ലക്ഷം രൂപ ധനസഹായം നൽകും. അതിനിടെ ഡോക്ടർ അരുൺ സഖറിയ സംഭവസ്ഥലത്തേക്ക് പുറപ്പെട്ടതായി വനം മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചിട്ടുണ്ട്. ശിവദാസ് കനമനമാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം. ഇടുക്കി ചിന്നക്കനാൽ മേഖലയിൽ വീണ്ടും കാട്ടാന ആക്രമണം രൂക്ഷമാകുന്നു. പെരിയ കനാലിൽ ചക്കക്കൊമ്പൻ 4 വഴിയോര കച്ചവട സ്ഥാപനങ്ങൾ തകർത്തു. ഇന്നലെ രാത്രി സിംഗുകണ്ടത്ത് ഇരുചക്ര വാഹനത്തിലെത്തിയ ചിന്നക്കനാൽ സ്വദേശി സമവതി ചക്കക്കൊമ്പൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴക്കാണ്. ആനയെ കണ്ട് ഭയന്നോടിയ ഇയാളെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം ചിന്നക്കനാൽ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാവുകയാണ്. ഇന്നലെ രാത്രി സിംഗുകണ്ടം മേഖലയിലൂടെ വരികയായിരുന്ന ചിന്നക്കനാൽ ഈട്ടിക്കൽ സ്വദേശിനി സമാവതി കാട്ടാനയുടെ മുന്നിൽപ്പെട്ടു. റോഡിൽ നിലയുറപ്പിച്ചിരുന്ന കാട്ടാന ഇരുചക്ര വാഹനം ആക്രമിക്കാനെത്തി. ഈ സമയം വാഹനത്തിൽ നിന്ന് താഴെ വീണ സമാവതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഓടുന്നതിനിടെ വീണാണ് സമാവതിക്ക് പരിക്കേറ്റത്. വാരിയെല്ലിന് സാരമായി പരിക്കേറ്റയാളെ രാജാക്കാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പണി കഴിഞ്ഞ് വരുന്ന സമയത്തായിരുന്നു. സമയം ഒരു 9:30-10 മണിയുടെ അടുത്തായിരുന്നു ഏകദേശം. ആ സമയത്ത് വരുന്ന വഴിക്കാണ് ഒറ്റ ആന നിൽക്കുന്നത് കണ്ടില്ലായിരുന്നു. ആന കുളവ് തിരിഞ്ഞ് കയറി വരുമായിരുന്നു.
ഞാൻ സ്കൂട്ടിൽ ഇറക്കി ചെന്നുകൊണ്ട് പെട്ടെന്ന് ആനയെ കണ്ട് വണ്ടി പറഞ്ഞ് ബ്രേക്ക് വെച്ച് വണ്ടി പെട്ടെന്ന് പറഞ്ഞ് ആനയുടെ അടുത്താണ് നിന്ന്. പക്ഷെ ഉടനെ ചാടി ഓടി. വണ്ടി മറിച്ച് വീണ് കഴിഞ്ഞപ്പം എഴുന്നേറ്റ് ഓടിയപ്പോൾ ആന കാറിക്കൊണ്ട് പുറകെ ഓടി വന്നു. ആ തൊട്ടുമുള്ള പണ്ട് ആന പിടിച്ചൊരു പയ്യൻ്റെ വീട്ടിലോട്ടാണ് ഓടാൻ ശ്രമിച്ചത്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും വീണ് പോയി. കാലത്തിട്ട് വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും തല പോയി കല്ലാലിരിക്കുന്ന അടിച്ചിട്ട് ഈ ഭാഗത്തിങ്ങനെ ഭയങ്കര വേദന അടിച്ചു വീണു. പിന്നെ ആന ഓടി വന്നപ്പോഴത്തേക്കും നാട്ടുകാരും കൂട്ടുകാരെല്ലാം അറിഞ്ഞു. അവരെല്ലാം അവിടെ ഓടി വന്നു ആന ഓടിച്ചു. അതുകൊണ്ട് ജീവൻ രക്ഷപ്പെടുത്തെന്ന് പറയാം. സിംഗകണ്ഠത്ത് നിന്ന് പെരിയ കനാലിലെത്തിയ ചക്കക്കൊമ്പൻ 4 വഴിയോര കച്ചവട സ്ഥാപനങ്ങളും തകർത്തു. 2 മണിക്കൂറോളം കുമളി മൂന്നാർ സംസ്ഥാന പാതയിൽ കൊമ്പൻ നിലയുറപ്പിച്ചതോടെ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ റോഡിൽ കുടുങ്ങി. തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ആനയെ തുരത്തുകയായിരുന്നു. തോട്ടം മേഖല കേന്ദ്രീകരിച്ച് ആന ഇപ്പോഴും തുടരുന്നുണ്ട്. ആനയെ നിരീക്ഷിക്കുന്നതിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു എന്നാണ് ആക്ഷേപം. കാട്ടാന ശല്യം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കുറവായിരുന്നതിനാൽ RRT സംഘത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമായിരുന്നില്ല എന്നും നാട്ടുകാർ പറയുന്നു. ജനം, ഇടുക്കി. വാർത്തകൾ തുടരുന്നു. രഹസ്യ യോഗം ചേർന്നതിനു ശേഷം മുഷാവറ യോഗത്തിനെത്തിയ ഉമർ ഫൈസി മുക്കത്തെ സമസ്യയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം അടുത്ത മുഷാവറ യോഗത്തിൽ ആവശ്യമുന്നയിക്കാൻ ലീഗ് അനുകൂല വിഭാഗം. കഴിഞ്ഞ 6-ാം തീയതി കോഴിക്കോട് നടന്ന മുഷാവറ യോഗത്തിന് മുന്നോടിയായാണ് ഉമർ ഫൈസി മുക്കത്തിൻ്റെ നേതൃത്വത്തിൽ രഹസ്യയോഗം ചേർന്നത്. വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്ന നടപടിയാണ് ഉമർ ഫൈസി മുക്കത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നാണ് ലീഗ് അനുകൂല പക്ഷത്തിന്റെ വാദം. പണ്ഡിതരും ലീഗ് നേതൃത്വവും ഇടപെട്ട് പ്രശ്നപരിഹാരത്തിന് ശ്രമം നടത്തുമ്പോൾ രഹസ്യയോഗങ്ങൾ വിളിക്കുകയും അജണ്ടകൾ നിശ്ചയിക്കുകയും ചെയ്യുന്നത് അംഗീകരിക്കാനാകില്ലെന്നാണ് ലീഗ് അനുകൂല വിഭാഗം പറയുന്നത്. ഇതു സംബന്ധിച്ച പരാതി ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി, MP മുസ്തഫൽ ഫൈസി, അബ്ദുൽ സമദ് പൂക്കോട്ടൂർ, നാസർ ഫൈസി കൂടത്തായി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ അറിയിച്ചു. ഇനി ചേരുന്ന മുഷാവറ യോഗത്തിൽ വിഷയം ഉന്നയിക്കാനും ഉമർ ഫൈസി മുക്കത്തെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെടാനുമാണ് ലീഗ് അനുകൂല വിഭാഗത്തിന്റെ തീരുമാനം. ഉമർ ഫൈസി മുക്കത്തിന്റെ നേതൃത്വത്തിലുള്ള 12-അംഗ പണ്ഡിത സംഘം ഇടിയങ്കര ഷൈഖ് ഷാദുലി പള്ളിയിലാണ് രഹസ്യയോഗം ചേർന്നത്. സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗത്തിനെതിരെ സ്വീകരിക്കേണ്ട നിലപാടുകളെക്കുറിച്ചായിരുന്നു ചർച്ച. മുഷാവറ നടക്കുന്ന അതേ ദിവസം രാവിലെ 8:30 ചേർന്ന രഹസ്യയോഗം 1 മണിക്കൂർ നീണ്ടുനിന്നു. ലീഗ് വിരുദ്ധരും അനുകൂല വിഭാഗവും തമ്മിലുള്ള തർക്കം തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഭിന്നതകൾ മൂർച്ഛിച്ചപ്പോൾ ലീഗ് അനുകൂല വിഭാഗം പരസ്യമായി യോഗം ചേരുകയും സുന്നി ആദർശ സംരക്ഷണ സമിതി എന്ന പേരിൽ സംഘടന രൂപീകരിക്കുകയും ചെയ്തിരുന്നു. നേതാക്കൾക്കിടയിലെ ഭിന്നത മറനീക്കിയതോടെ പരിഹാരത്തിന് സമസ്ത 5-അംഗ സമിതി ഉണ്ടാക്കുകയും പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള അനൈക്യം വീണ്ടും മറനീക്കി പുറത്തുവരികയാണ്. ജനം, കോഴിക്കോട്. 1989 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന് മുതിർന്ന CPM നേതാവും മുൻമന്ത്രിയുമായ G. സുധാകരന്റെ വെളിപ്പെടുത്തൽ. ഈ സംഭവത്തിൽ ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തനിക്കെതിരെ കേസെടുത്താലും കുഴപ്പമില്ല എന്നും സുധാകരൻ പറഞ്ഞു. ആലപ്പുഴയിൽ നടന്ന NGO യൂണിയൻ പൂർവ്വകാല നേതാക്കളുടെ പരിപാടിയിലാണ് സുധാകരന്റെ ഈ വെളിപ്പെടുത്തൽ. നേരിട്ട് പോസ്റ്റ് ചെയ്തു. നിങ്ങളുടെ എല്ലാം മെമ്പർഷിപ്പിയോടെയൊക്കെ വലിയ നേതാവായിരുന്ന KS ജനറൽ ദേവദാസിന് ഇവിടെ പാർലമെന്റിൽ ആരും അറിയുന്നത് അദ്ദേഹത്തെ ഒരു മനുഷ്യനും അറിയത്തില്ല, ഒരാൾക്കും അറിയത്തില്ല. അവിടെ നിന്ന് രാമേന്ദ്രപിള്ള എല്ലാം കൂടെ പറഞ്ഞ് മത്സരിപ്പിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഏറ്റുവാങ്ങി. വെറും 11,000 വോട്ടിനാണ് തോറ്റത്. സുജാത 70,000 വോട്ടിന് തോറ്റെടുത്ത് ആദ്യപ്പോൾ 70 തോറ്റെടുത്ത് വെറും 12,000 തോറ്റത്. അത്ര വലിയ പ്രവർത്തനമായിരുന്നു. എൻ്റെ ഗുരുദാസന് ഓട്ടമെന്നും പറഞ്ഞൊരു ഇതടിച്ച് എല്ലാ വീടും ഭിത്തിയാലും മുട്ടിച്ചു കൊടുത്തു. ആ ഇലക്ഷൻ പോസ്റ്റർ ബാലറ്റ് നമ്മൾ വിചാരിച്ചത് ഒരുപാട് പോസ്റ്റർ ബാലറ്റ് കിട്ടും സാറിന്. അപ്പോൾ എല്ലാം DC ഓഫീസിൽ ഞങ്ങൾ ഒട്ടിക്കാൻ പ്രയാസമില്ല. 15% വോട്ട് ചെയ്തത് അപ്പുറത്തായിരുന്നു കിട്ടിയത്. താൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് 36 വർഷം മുമ്പ് നടത്തിയ തെരഞ്ഞെടുപ്പ് കൃത്രിമത്വത്തെ പറ്റിയാണ് മുതിർന്ന CPM നേതാവായ G. സുധാകരന്റെ വെളിപ്പെടുത്തൽ. CPMന്റെ സർവീസ് സംഘടനയായ KSTAയുടെ നേതാവായിരുന്ന KV ദേവദാസ് ആലപ്പുഴയിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോഴാണ് പോസ്റ്റൽ ബാലറ്റുകൾ പൊട്ടിച്ച് തിരുത്തിയത്. അന്ന് പോസ്റ്റൽ ബാലറ്റുകൾ ശേഖരിച്ച് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുവന്നു. താനായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി. അന്ന് CPM സർവീസ് സംഘടനകളുടെ അംഗങ്ങളുടെ വോട്ടിൽ 15% ദേവദാസിന് എതിരായിരുന്നു. ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറിയായ താൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് പോസ്റ്റൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയതെന്നും G. സുധാകരൻ പറയുന്നു. തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ ബാലറ്റുകൾ കിട്ടുമ്പോൾ CPMനല്ലാതെ മറ്റാർക്കും വോട്ട് ചെയ്യരുതെന്നും ഒട്ടിച്ചു തന്നാൽ ആരും അറിയില്ലെന്ന് കരുതണ്ട എന്നും CPM അത് പൊട്ടിക്കുമെന്നും G. സുധാകരൻ വ്യക്തമാക്കി.
രഹസ്യാത്മകത കാത്തുസൂക്ഷിക്കേണ്ട വോട്ടെടുപ്പിൽ പോസ്റ്റൽ ബാലറ്റുകൾ തിരുത്തിയിട്ടുണ്ടെന്ന ജി സുധാകരന്റെ വെളിപ്പെടുത്തൽ കൂടുതൽ വിവാദങ്ങൾക്കും നിയമപ്രശ്നങ്ങൾക്കുമാണ് വഴി തുറന്നിട്ടുള്ളത്. ജനം, ആലപ്പുഴ. മുഖ്യമന്ത്രിയുടെ മുഖം രക്ഷിക്കാൻ കോടികൾ ചെലവഴിക്കുന്നത് തുടർന്ന് സർക്കാർ. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിനായി 4 വർഷത്തിനിടെ ചെലവഴിച്ചത് 2.3 കോടി രൂപയാണ്. 12 അംഗ സംഘത്തിനായി പ്രതിവർഷം ശരാശരി ചെലവഴിക്കുന്നത് 57 ലക്ഷത്തിലധികം രൂപയും. ജനം ബ്രേക്കിംഗ്. മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് കോടികൾ ചെലവഴിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നിരവധി ദൂർത്തുകൾ ജനം ടിവി പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഹോർഡിംഗ് വയ്ക്കാനും TV ഷോ നടത്താനും ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനും ഒക്കെ ദൂർത്തടിക്കുന്നതിന് സമാനമായി മുഖ്യമന്ത്രിയുടെ നവമാധ്യമ ഇടപെടലുകൾക്കും സർക്കാർ ചെലവഴിക്കുന്നത് കോടികളാണെന്നതിന് തെളിവാകുകയാണ് ഈ വിവരാവകാശ രേഖകൾ. മെയ് 16 മുഖ്യമന്ത്രിയുടെ വെബ്സൈറ്റും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും പരിപാലിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് മുതൽ ടീം ലീഡർ വരെ ആകെ 12 പേരാണ് സോഷ്യൽ മീഡിയ ടീമിലുള്ളത്. ഇവർക്കായി ശമ്പള ഇനത്തിലും മറ്റും സർക്കാർ നാളിതുവരെ ചെലവഴിച്ചത് 2,30,62,460 രൂപ. സോഷ്യൽ മീഡിയ ടീമിന് സാങ്കേതിക ഉപകരണങ്ങൾ വാങ്ങിയതിനുള്ള തുക ഉൾപ്പെടുത്താതെയാണ് ഈ കണക്കുകൾ. 2022-23 സാമ്പത്തിക വർഷം 63,36,455 രൂപയാണ് സോഷ്യൽ മീഡിയ ടീമിനായി ചെലവഴിച്ചത്. 2023-24 അത് 80,07,480 രൂപയായി ഉയർന്നു. 2024-25 79,85,235 രൂപയും നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇതുവരെ 6,67,290 രൂപയും സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട്. ഇതുവരെ ചെലവഴിച്ച ആകെ തുക വെച്ച് നോക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ മുഖമിനുക്കലിന് പ്രതിവർഷം ശരാശരി ചെലവഴിക്കുന്നത് 57,65,615 രൂപ. പ്രതിമാസ ശരാശരി എടുത്താൽ ഒരു മാസം 4,80,467 രൂപയും ചെലവുണ്ട്. ജനക്ഷേമ പദ്ധതികൾക്കും ആശാവർക്കർമാരെ പോലെയുള്ളവർക്കും നൽകാൻ പണമില്ലാത്ത അതേ സർക്കാരാണ് മുഖ്യമന്ത്രിയുടെ PR വർക്കിനായി ഇത്രയും പണം ചെലവഴിക്കുന്നതെന്നതാണ് വിരോധാഭാസം. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ച വിധിയിൽ സുപ്രീം കോടതിയോട് വ്യക്തത തേടി രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിധിയുമായി ബന്ധപ്പെട്ട് 14 വിഷയങ്ങളിൽ വ്യക്തത വേണമെന്നാണ് രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടത്. ഗവർണർമാർ എടുക്കുന്ന തീരുമാനങ്ങൾ കോടതികൾക്ക് പരിശോധിക്കാനാകുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ കോടതിക്ക് കൈമാറിയ റഫറൻസിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭരണഘടനയുടെ 143(1) വകുപ്പ് പ്രകാരമാണ് രാഷ്ട്രപതി സുപ്രീം കോടതിയോട് 14 വിഷയങ്ങളിൽ വ്യക്തത തേടിയത്. ഭരണഘടനയുടെ 200, 201 വകുപ്പുകൾ പ്രകാരം നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധിയില്ലെന്ന സുപ്രീം കോടതിക്ക് കൈമാറിയ റഫറൻസിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ചൂണ്ടിക്കാട്ടി. രാജ്യത്തിന്റെ അഖണ്ഡത, സുരക്ഷ, ഫെഡറലിസം, നിയമങ്ങളുടെ ഏകീകരണം തുടങ്ങിയ ബഹുമുഖ ഘടകങ്ങൾ കണക്കിലെടുത്താണ് രാഷ്ട്രപതിയും ഗവർണർമാരും വിവേചനാധികാരം ഉപയോഗിക്കുന്നത്. 200-ാം അനുച്ഛേദപ്രകാരം ഗവർണർക്കും 201-ാം അനുച്ഛേദപ്രകാരം രാഷ്ട്രപതിക്കും ഭരണഘടനാപരമായ വിവേചനാധികാരം ഉപയോഗിക്കുന്നത് ന്യായമല്ലേ എന്ന ചോദ്യവും രാഷ്ട്രപതി ഉയർത്തുന്നു. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഭരണഘടനയിൽ രാഷ്ട്രപതിക്ക് സമയപരിധി വ്യവസ്ഥ ചെയ്തിട്ടില്ലാത്തതിനാൽ കോടതിക്ക് സമയപരിധി നിശ്ചയിച്ച് രാഷ്ട്രപതിയോട് ഉത്തരവിടാൻ കഴിയുമോ എന്ന ചോദ്യവുമുണ്ട്. നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഗവർണറുടെ അംഗീകാരമില്ലാതെ നിയമമായി മാറാൻ കഴിയുമോ എന്നതിനപ്പുറം നിയമം നിലവിൽ വരുന്നതിന് മുമ്പ് ബില്ലുകളിൽ രാഷ്ട്രപതിയും ഗവർണർമാരും എടുക്കുന്ന തീരുമാനങ്ങളിൽ ജുഡീഷ്യൽ പരിശോധന ആകാമോ എന്നതടക്കം 14 വിഷയങ്ങളിലാണ് സുപ്രീം കോടതിയോട് വ്യക്തത വരുത്താൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആവശ്യപ്പെട്ടത്. നിയമസഭകൾ പാസാക്കിയ ബില്ലുകൾ ലഭിക്കുമ്പോൾ ഭരണഘടനയുടെ 200-ാം അനുച്ഛേദപ്രകാരം ഗവർണർമാർക്ക് മുമ്പിലുള്ള ഭരണഘടനാപരമായ മാർഗങ്ങൾ എന്തൊക്കെയെന്നത് വിവരിക്കുവാനും രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനം, ഡൽഹി. ബലൂചിസ്ഥാനിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ബലോച്ച് ദേശീയവാദികൾ. ബലോച്ച് ദേശീയവാദി നേതാവ് മിർ യാർ ബലോച്ചാണ് റിപ്പബ്ലിക് ഓഫ് ബലോചിസ്ഥാൻ ക്യാമ്പയിനുമായി രംഗത്തെത്തിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഭാരതവുമായി സംഘർഷം നിലനിൽക്കുന്നതിനിടെയാണ് പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കുന്ന നീക്കം. സിന്ധു നദീജല കരാർ റദ്ദാക്കിയ നടപടി ഒഴിവാക്കണമെന്ന് ഭാരതത്തോട് അഭ്യർത്ഥിച്ച് പാകിസ്ഥാന്റെ ജലവിഭവ മന്ത്രാലയം സെക്രട്ടറി കത്ത് മുഖേന ഇക്കാര്യം ഭാരതത്തോട് ആവശ്യപ്പെട്ടതായാണ് വിവരം. ഭാരതത്തിൻ്റെ ജൽശക്തി വകുപ്പ് സെക്രട്ടറിക്കാണ് പാകിസ്ഥാൻ സെക്രട്ടറി കത്തയച്ചിരിക്കുന്നത്.
ഭാരതത്തിൻ്റെ നടപടി 1 കോടിയോളം പാകിസ്ഥാനികളെ ഭക്ഷ്യക്ഷാമത്തിലേക്ക് തള്ളിവിടാൻ കാരണമാകുമെന്ന് IMF റിപ്പോർട്ട് ചെയ്തിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയുണ്ടായ ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ UN സുരക്ഷാ സമിതിക്ക് തെളിവ് കൈമാറി രാജ്യം. ലഷ്കർ സംഘടനയായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ടാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലെന്ന് തെളിവുകൾ സഹിതം സുരക്ഷാ സമിതിക്ക് മുന്നിൽ ഭാരതം ബോധ്യപ്പെടുത്തി. ഭാരതത്തിൻ്റെ അധ്യക്ഷതയിൽ UN ഭീകരവിരുദ്ധ സമിതി അംഗീകരിച്ച 2022 ഡൽഹി പ്രഖ്യാപനത്തിൻ്റെ വിലയിരുത്തലും യോഗം ചർച്ച ചെയ്തു. ഐക്യരാഷ്ട്രസഭയുടെ ഭീകരവിരുദ്ധ സമിതി അണ്ടർ സെക്രട്ടറി ജനറൽ വ്ളാഡിമിർ വെറങ്കോയും തീവ്രവാദ വിരുദ്ധ കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടറേറ്റിലെ അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ നതാലിയ ഗർമാനുമായും ഇന്ത്യൻ പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തി. പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട തെളിവുകൾ ഭാരതം കൈമാറി. പാക് ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ ഭാഗമായ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന സംഘടനയിൽ ഉൾപ്പെട്ട ഭീകരവാദികളാണ് 26 പേരെ ബൈസരൻ താഴ്വരയിൽ കൊലപ്പെടുത്തിയതെന്ന അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ തെളിവുകളോടെ ഭാരതം വ്യക്തമാക്കി. TRF ലോകരാജ്യങ്ങൾക്ക് തന്നെ ഭീഷണിയാണെന്നും TRFനെ ആഗോള ഭീകര സംഘടനയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും ഭാരതത്തിൽ നിന്നുള്ള പ്രതിനിധി സംഘം ആവശ്യപ്പെട്ടു. സൈബർ സുരക്ഷ, തീവ്രവാദത്തെ ചെറുക്കൽ, തീവ്രവാദത്തിന്റെ ഇരകളെ പിന്തുണയ്ക്കൽ, തീവ്രവാദത്തിനായുള്ള ധനസഹായം തടയൽ തുടങ്ങി ഭാരതം മുന്നോട്ട് വെച്ച ആവശ്യങ്ങളോട് UN സുരക്ഷാ സമിതി അനുകൂല നിലപാട് സ്വീകരിച്ചതായാണ് സൂചന. ഭീകരാക്രമണങ്ങൾക്കായി ആളില്ലാ വിമാന സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതും സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് UN സുരക്ഷാ സമിതി തയ്യാറാക്കിയ നോൺ ബൈൻഡിംഗ് ഗൈഡിംഗ് നിർദ്ദേശങ്ങളുടെ വികാസം അനിവാര്യമാണെന്നും ഭാരതം ചൂണ്ടിക്കാട്ടി. ജനം, ഡൽഹി. റഷ്യ യുക്രൈൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് നിർണായക ചർച്ച. തുർക്കിയിലെ ഇസ്താംബൂളിൽ വെച്ചാണ് റഷ്യ യുക്രൈൻ പ്രതിനിധികൾ ചർച്ച നടത്തുക. 3 വർഷത്തിനു ശേഷമാണ് ഇരു രാജ്യങ്ങളും നേരിട്ട പ്രതിനിധിതല ചർച്ചയ്ക്ക് തയ്യാറാവുന്നത്. അതേസമയം ചർച്ചകളിൽ വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കില്ല. പ്രസിഡന്റിൻ്റെ പ്രതിനിധി വ്ളാഡിമിർ മെഡൻസ്കി ആയിരിക്കും പ്രതിനിധി സംഘത്തെ നയിക്കുക. നാറ്റോ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരുമായുള്ള ചർച്ചകൾക്ക് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തുർക്കിയിൽ എത്തിയിട്ടുണ്ട്. ഭാരതീയനായ ബഹിരാകാശ സഞ്ചാരി ശുഭാൻഷു ശുക്ല നേതൃത്വം നൽകുന്ന ബഹിരാകാശ ദൗത്യം ജൂൺ 8-ന് കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്ന് ഇന്ത്യൻ സമയം വൈകുന്നേരം 6:41 വിക്ഷേപണം നിശ്ചയിച്ചിരിക്കുന്നത്. മെയ് 29 നിശ്ചയിച്ച വിക്ഷേപണമാണ് ജൂൺ 8 മാറ്റിയത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള യാത്രാ ദൗത്യമാണ് ആക്സിയം 4. ഭാരത പാകിസ്ഥാൻ സംഘർഷത്തിനിടെ INS വിക്രാന്തിൻ്റെ ലൊക്കേഷൻ തേടി ഫോൺ ചെയ്ത കേസിൽ അറസ്റ്റിലായ പ്രതി മുജീബ് റഹ്മാൻ മാനസിക രോഗിയാണോ എന്നതിൽ പഴുതടച്ച പരിശോധന നടത്തണമെന്ന് ഹിന്ദു ഐക്യവേദി. മുജീബ് റഹ്മാൻ്റെ പിതൃസഹോദരിയടക്കം സജീവ SDPI പ്രവർത്തകയാണ്. മുജീബ് റഹ്മാന് കാര്യമായ മാനസിക പ്രശ്നങ്ങളില്ലെന്നും SDPI പ്രവർത്തകനാണെന്നുമാണ് പുറത്തുവരുന്ന വിവരം. പാകിസ്ഥാൻ സംഘർഷത്തിനിടെ INS വിക്രാന്തിന്റെ ലൊക്കേഷൻ അടക്കമുള്ള വിവരങ്ങൾ തേടിയാണ് കൊച്ചിയിലെ നാവികസേന ആസ്ഥാനത്തേക്ക് രാഘവൻ എന്ന് പറഞ്ഞുകൊണ്ട് മുജീബ് റഹ്മാൻ വിളിച്ചത്. ഇയാൾ മാനസിക രോഗിയാണെന്നാണ് പോലീസിന്റെ വെളിപ്പെടുത്തൽ. മുജീബ് റഹ്മാനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മുജീബ് റഹ്മാന്റെ പിതൃസഹോദരി റുക്കീബി അടക്കമുള്ള കുടുംബം SDPIയിലെ സജീവ പ്രവർത്തകരാണ്. മുൻപ് നടന്ന കോഴിക്കോട് കോർപ്പറേഷൻ ഇലക്ഷനിൽ SDPI സ്ഥാനാർത്ഥിയായും റുക്കീബി മത്സരിച്ചിട്ടുണ്ട്. മുജീബ് റഹ്മാനും SDPI പ്രവർത്തകനാണെന്നാണ് പുറത്തുവരുന്ന വിവരം. മുജീബ് റഹ്മാന് കാര്യമായ മാനസിക തകരാറില്ലെന്ന് ചില പ്രദേശവാസികൾ വെളിപ്പെടുത്തിയ സാഹചര്യത്തിലാണ് മുജീബ് റഹ്മാന് മാനസിക തകരാറുണ്ടോ എന്നതിൽ പഴുതടച്ച പരിശോധന നടത്തണമെന്ന് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടത്. ഈ കേസ് കേരളത്തിൻ്റെ പോലീസല്ല അന്വേഷിക്കേണ്ടത്. കേന്ദ്ര അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് വേണമെന്ന് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുകയാണ്. വളരെ സജീവമായി പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഈ മുജീബ് റഹ്മാൻ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ തന്നെ SDPIയുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ചരിത്രം പോലുമുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധു പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ഉന്നത ചുമതല വഹിക്കുന്ന വ്യക്തിയാണ്. എന്നിരിക്കെ രാജ്യ വിരുദ്ധമായിട്ടുള്ള സംഭവം ചെയ്തിട്ടുള്ള ഈ വ്യക്തിയെ, ആ വ്യക്തിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുന്നു. മുജീബ് റഹ്മാൻ രാഘവൻ നമ്പൂതിരി എന്ന പേരിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിരുന്നതായും വിവാദമായതോടെ അക്കൗണ്ട് ഡിലീറ്റ് ആക്കിയെന്ന വാർത്തയും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്.
മുജീബ് റഹ്മാന് മാനസിക തകരാറുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ജനം, കോഴിക്കോട്. തിരുവനന്തപുരത്ത് യുവ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച ശേഷം ഒളിവിൽ പോയ പ്രതി അഡ്വക്കേറ്റ് ബെയ്സിൻ ദാസിനെ കണ്ടെത്താനാവാതെ പോലീസ് സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ബെയ്ലിൻ ദാസ് സംസ്ഥാനം വിട്ടതായും സൂചന. അതേസമയം ബെയ്ലിൻ ദാസിന് സംസ്ഥാന ബാർ കൗൺസിൽ വിലക്കേർപ്പെടുത്തി. രണ്ടാം ദിനത്തിലും പ്രതി ബെയ്ലിൻ ദാസിനായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. പ്രതി ഒളിവിൽ പോകാൻ സാധ്യതയുള്ള കേന്ദ്രങ്ങളിലെല്ലാം അന്വേഷണം നടത്തിയെങ്കിലും ബെയ്ലിൻ ദാസ് ഒളിവിൽ തന്നെ തുടരുകയാണ്. അതിനിടയിൽ പ്രതി സംസ്ഥാനം വിട്ടതായും സൂചനയുണ്ട്. ബെയ്ലിൻ ദാസിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. മൊബൈൽ ഫോൺ സിഗ്നലുകൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തും. കഴിഞ്ഞ ദിവസം യുവതിയെ മർദ്ദിച്ച ശേഷം കടന്നു കളഞ്ഞതാണ് അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസ്. അതേസമയം അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസിനെതിരെ സംസ്ഥാന ബാർ കൗൺസിൽ വിലക്കേർപ്പെടുത്തി. ഇയാൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമെന്നും ബാർ കൗൺസിൽ അറിയിച്ചു. കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനാണ് വിലക്ക്. വഞ്ചിയൂർ കോടതിയിലെ ജൂനിയർ അഭിഭാഷകയായ പാറശാല കോട്ടുവിള സ്വദേശി ഷാമിലിയെയാണ് സീനിയർ അഭിഭാഷകനായ ബെയ്ലിൻ ദാസ് ക്രൂരമായി മർദ്ദിച്ചത്. അടിയേറ്റ് കണ്ണിനും താടിയിലിനും പരിക്കേറ്റ ഷാമിലി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരുന്നു. കൈകൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഷാമിലിക്ക് സീനിയർ അഭിഭാഷകനിൽ നിന്ന് മർദ്ദനമേറ്റത്. ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതിന്റെ കാരണം ചോദിച്ചതിന്റെ പേരിലാണ് മർദ്ദിച്ചത് എന്നാണ് പരാതി. ജനം, തിരുവനന്തപുരം. ഉച്ചവാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. വാർത്തകൾ തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. നന്ദി, നമസ്തേ.